ചെയ്യാൻ പോകുന്നത് റോസ്റ്റഡ് മഷ്റൂം ഇൻ കാരമലൈസ്ഡ് ബട്ടർ ആണ്. വേറെ ഒരു കാര്യങ്ങളും അതിനകത്തില്ല. കാര്യം എളുപ്പമുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ടി വരിക എന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കരുതുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ ഇച്ചിരി സാധനം വേണം താനും. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെ ഒരു ഇച്ചിരി ബട്ടർ, പിന്നെ കുറച്ച് മഷ്റൂംസ് ആണ്. ഈ മഷ്റൂം ഇതല്ലെന്നുണ്ടെങ്കിൽ ടിൻ മഷ്റൂംസ് മേടിക്കണം. ടിൻ മഷ്റൂം മേടിക്കുന്നതാണ് ഏറ്റവും രുചി. പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുത്തു. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി തൈമ്, കുറച്ച് നാരങ്ങാനീര്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ വേണ്ടിയ വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ, ഉപ്പ്, കുരുമുളക് പൊടി അല്ലെങ്കിൽ ചതച്ചത്, ബട്ടർ വേണം, മഷ്റൂം വേണം, തൈം വേണം, വെളുത്തുള്ളി വേണം, നാരങ്ങാനീര് വേണം. ഇത്രയും സാധനം ഇതിന് വേണ്ടുള്ളൂ. ഇത് പെട്ടെന്നാവുന്ന ഒരു ഡിഷാണ്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പാൻ ചൂടാക്കി വെച്ച് അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഈ മഷ്റൂം, ഉപ്പ്, കുരുമുളകും ഒരു ഇച്ചിരി നാരങ്ങാനീരും കൂടെ ചേർത്തേച്ച് ഒന്ന് വേവിച്ച് അതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കണം. ടോസ് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒന്ന് നല്ല ഡീപ് ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് മൊരിഞ്ഞ് വരികയല്ലേ അത്രയും മാത്രം ചെയ്തേച്ചാൽ മതി. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ടോസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ വലിയ ഷെഫൊക്കെ ചെയ്യുന്ന കൂട്ട് ഇങ്ങനെ പാനെ വെച്ച് ഇങ്ങനെ മറിച്ചിരുന്ന നമ്മളെ കൊണ്ട് അതൊക്കെയല്ല. അതുകൊണ്ട് നമുക്ക് കൈവച്ച് നോക്കുകയല്ല, കൈ പൊള്ളും, തവി വെച്ച് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാ. അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യാം, കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കാവേ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതെന്നാന്നറിയാവോ, അതിൻ്റെ ആ എണ്ണ വരുന്ന വക്കാന്നെങ്കിൽ ഒരു ഇച്ചിരി ചെറുത്, അന്നേരം ഒരു ഇച്ചിരി നേരെ അങ്ങ് ഒഴിച്ചാലേ ഒക്കത്തുള്ളൂ. ഇതെല്ലാവരും എന്നോട് പറയും ഇച്ചിരി ഒഴിക്കാന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങ് കുപ്പി എടുത്ത് വെച്ച് കറക്കുവാന്ന്. പക്ഷെ അതിൻ്റെ ആ വക്കിനകത്ത് നിന്ന് ഒരു ഇച്ചിരിയേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി നേരെ ഇങ്ങനെ കറക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മഷ്റൂം ഇടുവാണേ. ഈ മഷ്റൂം മേടിക്കുവാണെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിനൊരു ഇച്ചിരി വേവുണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യണം, ചിലപ്പോൾ പാനയിൽ കിടന്ന് അത് വേവുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് അതിനെ ഒന്ന് ടോസ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ കുക്കറിനകത്തൊട്ടിട്ട് ഒന്നുകൂടെ വേവിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുക്കറിലിടുക. ഇതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് ഈ മഷ്റൂം ഉപ്പും കുരുമുളകും ഒരു ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാൻ നേരെ തിരിച്ചാ ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഒന്ന് ടോസ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് ഞാൻ വേവിക്കാം. ചിലർക്കാണെങ്കിൽ മഷ്റൂം ഒരുപാട് വെന്ത് പോകുന്ന ഇഷ്ടമല്ല. ഇങ്ങനത്തെ മഷ്റൂം ആണെങ്കിലുണ്ടല്ലോ കുറച്ചൊരു റബ്ബറി ഫീലിംഗ് വരും. മറ്റേ ടിൻ മഷ്റൂം ആണെങ്കിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതിന് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. നമുക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ അതിനകത്ത് വരും. പക്ഷേ ഇതിനകത്ത് അതല്ല വരുന്നത്. ഇത് നമുക്ക് ഫ്രഷ് മഷ്റൂം അല്ലേ. അപ്പോൾ കഴിയുന്നത് ഫ്രഷാണ്. ഹെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത്. ക്യാൻഡ് ഒരിക്കലും മേടിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ രുചി വെച്ച് പറയുവാന്നേൽ അതാട്ടോ ഏറ്റവും നല്ലത്. ടിൻ മഷ്റൂമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ഒരു ഇച്ചിരി വേവ് കൂടുതലാണ്. മറ്റത് അത്രയും വേവില്ല. നമുക്ക് അടച്ചിട്ട് വേവിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ മഷ്റൂമിൻ്റെ വേവ് എപ്പോഴും നമ്മൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കൊന്നും ഒത്തിരി വേവൊന്നും ഇഷ്ടമല്ല. അതിനൊക്കെ എന്നാ വേവായിരിക്കുന്നതെന്ന് ചോദിക്കുവേ. ചിലർക്കാണെങ്കിൽ നല്ലോണം വേവണം, ചിലർക്ക് നല്ലോണം വേവണ്ട. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്കെല്ലാം വെന്തൊക്കെ കഴിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നേരം ടോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് അടച്ചിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കാവേ. ഈ വേവുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പിടണം. ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഈ പറഞ്ഞ പോലെ കുരുമുളക് തല്ലിയതിടുന്നത് ഏറ്റവും നല്ലത്.
അന്നേരം ഒരു ഇച്ചിരി കുരുമുളക് അടിക്കാൻ കിട്ടുവേ, അതാ കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി നാരങ്ങ നീര്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഇതിനകത്ത് കുറച്ച് വേവുണ്ട്. അപ്പം എന്നാ ചെയ്യണം, നമ്മുടെ മഷ്റൂം കുറച്ച് വേവ് എന്നല്ല കേട്ടോ, ഈ ഫ്രഷ് മഷ്റൂമിന് ഒരു ഇച്ചിരി വേവുണ്ട്, കുറച്ചായിട്ട് കൂട്ടണ്ട. അത് നമ്മുടെ ആ ഒരു എന്നാ പറയുക, ഒരു പകുതിയൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് നെക്കി നോക്കണം എന്തോരം ഇനി നമുക്ക് ആവശ്യമുണ്ട് വേവെന്ന്. അത് കണക്കാക്കി വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് വരുന്ന വെള്ളം മുഴുവൻ പറ്റിപ്പോണം, ഒട്ടും വെള്ളം പാടില്ല. ഫുൾ പറ്റിയതിന് ശേഷം വേണം അതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ ആ ടേസ്റ്റ് അതിനകത്ത് വരികയില്ല. ഞാൻ ഇപ്പം ആ മഷ്റൂം ആ എന്നാ പറയുക പാനയിൽ നിന്ന് എടുത്തിട്ടേ ഇല്ല, നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തീ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഞാൻ എന്താ എടുക്കാൻ പോവാണേ. ഇത്രയും ടോസ് ചെയ്താൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ തന്നെ അത് ആ മുരിഞ്ഞു വരുവേ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ആ സെയിം പാനിലേക്ക് നമ്മൾ ഒരു ഇച്ചിരി ബട്ടർ, ഒരു കറക്റ്റ് 1 ടീസ്പൂൺ നിറച്ചുള്ള ഒരു ബട്ടർ, എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിം കൊടുത്തേച്ച് ആ ബട്ടർ ഒന്ന് കാരമലൈസ്ഡ് ആവണം. ഒരു ഇച്ചിരി ഒന്ന് അതൊന്ന് മൊരിഞ്ഞു വരണം, അതിൻ്റെ നിറം ഒന്ന് മാറണം, അതാ കണക്ക്. ഭയങ്കര എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത് ഉണ്ടാക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് മഷ്റൂം ഒരിച്ചിരി കൂടുതൽ കരുതിക്കോണം, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാ. ഇപ്പം ആ ബട്ടറിൻ്റെ ഒരു മണം മാറിയേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒത്തിരി ബട്ടർ അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല, അതിൻ്റെ ആ ഒരു മൂത്ത മണം വരും. ആ സമയത്ത് ഒരിച്ചിരി വെളുത്തുള്ളി, ഒരിച്ചിരി തൈമും കൂടെ ഇടുക. ഇത് ഫ്രഷ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിനകത്തോട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഈ മഷ്റൂം ഇതിനകത്തോട്ട് ഇടും. ഇനി ഇതിനകത്ത് അഥവാ കുരുമുളക് വേണം എന്നുണ്ടെങ്കിൽ, എന്തായാലും വേണം, ഇനി ഇടുന്ന കുരുമുളക് കുറച്ച് ചതച്ച കുരുമുളക് ഇടാവുള്ളേ. ഇനി ഇതിനകത്ത് കിടന്ന് ഒന്ന് മൊരിഞ്ഞു വന്നാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫ്രഷ് തൈമ കിട്ടുന്നതെങ്കിൽ അതിടുമ്പോൾ ഒരു പച്ച കളർ വരും. അതല്ല നമ്മുടെ കയ്യിൽ ഫ്രഷ് ഇല്ല ഡ്രൈ ആ ഉള്ളതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഫ്രിഡ്ജിനകത്തോട്ട് പോവുക, കുറച്ച് മല്ലിയില എടുക്കുക, എന്നിട്ട് ഒരു പച്ച കളർ വരുത്തിയാൽ മതി. എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മുരിഞ്ഞ് ആ ബട്ടർ ഈ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മഷ്റൂമേൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനോട്ട് വേറെ ഒരു പണിയില്ല. ഇതങ്ങോട്ട് സെർവ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ജസ്റ്റ് ഇനി ആ ബട്ടറിലൊന്ന് ആ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ മഷ്റൂമെ പിടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം, ഇത് നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഈ സെയിം സാധനം പ്രൊസീഡ് ചെയ്തിട്ട് വൈറ്റ് സോസിനകത്തോട്ട് ഇത് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവും. അതിൻ്റെ കൂടെ കുറച്ച് ഈ പറഞ്ഞൂടെ പാസ്ത ഇടുകയോ അല്ലെങ്കിൽ സ്പെഗറ്റിയോ ഏത് വേണമെങ്കിലും ഇതിനൂടെ മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇറ്റ് ക്യാൻ ഗോ ആസ് എ ഡിന്നർ, അതും നല്ലതാണ്. ഇത് ജസ്റ്റ് ഓൺലി ഒരു സ്റ്റാർട്ടറേ ഉള്ളൂ. അതിനകത്ത് ആ സ്പൈസിനെസ് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരു കാര്യം മാത്രമേ പെൻഡിങ് ഉള്ളൂ, ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ.
നമ്മുടെ മഷ്റൂം ഇവിടെ റെഡിയാണ്. അതായത് ഈ മഷ്റൂം നമ്മൾ മേടിക്കുമ്പോൾ ഫ്രഷ് മഷ്റൂം മേടിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്രോ മഷ്റൂം മേടിക്കുമ്പോൾ അത് വെന്ത് വരുമ്പോൾ നമുക്കൊരു ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. നമ്മളൊരു ബൗള് നിറച്ച് ഒത്തിരി വെച്ചതാണ്, പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ അതൊരു ഇച്ചിരി ആവത്തുള്ളൂ. അപ്പം നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഇത്രയൊന്നും അവരുടെ മുമ്പ് കൊണ്ട് വെച്ചാലൊന്നും ഒക്കുകയില്ല. അതുകൊണ്ട് മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ മേടിച്ചേച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഇത് ശരിക്കും ഒരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ എന്ന രീതിയിൽ തന്നെ വേണം ഇത് പോവാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്നാ പറയുക, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് കുറച്ച് കുരുമുളകാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എരിവ് എന്ന് പറയുന്നത്. വെജിറ്റേറിയൻ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മൾ ഇറച്ചി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വെജിറ്റേറിയൻ ടൈമിൽ ഏറ്റവും കൂടുതൽ മീറ്റിന് തുല്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഏക ഒരു എന്താ പറയുക വെജിറ്റബിൾ എന്ന് പറയുന്ന മഷ്റൂം മാത്രമേ ഉള്ളൂ.